നമ്മുടെ പ്രിയ ബിനുവിനും അനുമോൾക്കും ദൈവം ദാനമായി കൊടുത്ത കുഞ്ഞിനെ ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. അതിനുശേഷം ദൈവവചനത്തിന് സംസാരിക്കാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. സന്തോഷമുള്ളവരൊക്കെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇത്രയും സന്തോഷമുള്ളൂ നമുക്ക്. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം ഒരു തലമുറയൊക്കെ കൊടുത്തു. സ്തോത്രം. ഇതിലൂടെ നല്ല സന്തോഷത്തോടെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ ഇവർക്ക് ആർക്കും സന്തോഷമൊന്നുമില്ല കേട്ടോ. പ്രൈസ് ലോർഡ്. ആരും ഒരു അല്ലേലിയ ഒന്നും, ജീവനുള്ള അല്ലേലിയ ഒന്നും പറയുന്നില്ല. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്തോത്രം. പ്രിയ ബിനുവും അനുവും കുഞ്ഞും ആയിട്ട് മുന്നോട്ട് വന്നാട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതിനു മുൻപ് 1-2 വാക്യങ്ങൾ വായിക്കും. നമ്മളിന്ന് വായിച്ച സങ്കീർത്തനം, അതിൻ്റെ 127 സങ്കീർത്തനം 3 മുതൽ 5 വരെയുള്ളതായ വാക്യങ്ങളും, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 13 മുതൽ 15 വരെയുള്ളതായ വേദഭാഗങ്ങളും വായിക്കും. നിങ്ങളത് വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 127 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. അവയെക്കൊണ്ട് തൻ്റെ ആവനാഴിക നിറച്ചിരിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നഗരവാതിൽക്കൽ വെച്ച് ശത്രുക്കളോട് സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ളവർ ലജ്ജിച്ചു പോകുകയില്ല. സ്തോത്രം. മക്കൾ യഹോവ തരുന്ന അവകാശവും ഉദരഫലം പ്രതിഫലം. പ്രൈസ് ലോർഡ്. ദൈവം തരുന്ന അവകാശവും പ്രതിഫലവുമാണ് മക്കൾ. പ്രൈസ് ലോർഡ്. മക്കളുള്ള എല്ലാ മാതാപിതാക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മക്കളുള്ള മാതാപിതാക്കളൊക്കെ കരങ്ങൾ ഉയർത്തി കർത്താവിനും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇപ്പം നമുക്ക് ദൈവം മക്കളെ തന്നത് ദൈവത്തിൻ്റെ പ്രതിഫലമായിട്ടും അവകാശമായിട്ടുമാണ്. അല്ലാതെ നമ്മുടെ കഴിവുകൊണ്ടൊന്നും നമുക്ക് മക്കളുണ്ടായതില്ല. പ്രൈസ് ലോർഡ്. നമ്മുടെ പേരൻസിൻ്റെ, മാതാപിതാക്കളുടെ കഴിവുകൊണ്ടാണ് മക്കളുണ്ടാകുന്നതെങ്കിൽ ലോകത്തിൽ മക്കളില്ലാത്ത ഒരൊറ്റ മാതാപിതാക്കളും കാണുകയില്ലായിരുന്നു. എല്ലാ മാതാപിതാക്കളും. പക്ഷേ ദൈവത്തിൻ്റെ പ്രതിഫലവും ദൈവത്തിൻ്റെ അവകാശവുമാണ് മക്കൾ. ഹല്ലേലൂയ. ദൈവം അത് നമുക്ക് തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം തന്ന അവകാശത്തെ, ദൈവം തന്ന ദൈവത്തിൻ്റെ പ്രതിഫലമായ മക്കളെ, ദൈവത്തിൻ്റെ ദാനമെന്നാണ് കന്നഡയിലൊക്കെ അങ്ങനെയാണ്. ദൈവത്തിൻ്റെ ദാനമാണ് മക്കൾ. ഇപ്പം നമുക്കറിയാം, ദാനമെന്ന് പറയുന്നത് നമ്മുടെ അർഹത കൊണ്ടൊന്നും തരുന്നതല്ല. ആ ദാനം തരുന്ന ആൾക്ക് നമ്മളോട് തോന്നുന്ന മനസ്സലിവ് കൊണ്ട് തരുന്നതാണ്. അപ്പോൾ ദാതാവിന് തോന്നുന്ന മനസ്സലിവാണ് ദൈവം നമുക്ക് ദാനമായിട്ട് തലമുറകളെയൊക്കെ തന്നത്. പ്രൈസ് ലോർഡ്. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ദൈവം എന്ത് ദാനം തന്നാലും, നമ്മളൊരാൾക്കൊരു കാര്യം ദാനം കൊടുത്താൽ പിന്നെ നിങ്ങൾ ഗിഫ്റ്റ് കൊടുത്താൽ പിന്നെ തിരിച്ചു ചോദിക്കുമോ? പിള്ളേരാണെങ്കിൽ ചോദിക്കും അല്ലേ, എടാ പണ്ട് ഞാൻ തന്ന മുട്ടായി തിരിച്ചാണെന്ന്. പക്ഷേ വലിയ മാന്യതയുള്ള ഡീസൻ്റുള്ള നമ്മളാരും തിരിച്ചു ചോദിക്കത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ദൈവം തന്നതൊക്കെ ദൈവം തിരിച്ചു ചോദിക്കും. പ്രൈസ് ലോർഡ്. ദൈവം എന്ത് തന്നാലും, അത് കൃപാവരങ്ങളാണെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ, അപ്പോൾ അതിനെ ദൈവത്തിന് വേണ്ടി വളർത്തുക, ദൈവഹിതപ്രകാരം വളർത്തുക, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ വളർത്തുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അപ്പോൾ അത് ദൈവം തന്ന ദാനങ്ങളായ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവത്തിന് വേണ്ടി വളർത്താൻ മാതാപിതാക്കളായ നമ്മളെയൊക്കെ ദൈവം സഹായിക്കട്ടെ. ഒരു വേദഭാഗം കൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19 അധ്യായം 13 മുതൽ 15 വരെയുള്ളതായ വേദഭാഗങ്ങൾ വായിക്കും. അന്നേരത്തിന് പ്രിയപ്പെട്ടവർ മുൻപോട്ട് വന്നാട്ടെ. പ്രൈസ് ലോർഡ്. അതുപോലെ തന്നെ ബിനുവിൻ്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവരൊക്കെ, പ്രിയ ജിനുവും കുടുംബമൊക്കെ ഒന്ന് ദൈവസന്നെ എഴുന്നേറ്റ് നിന്നാട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ വന്ന വേഗം വാ. വായിക്കുന്നു. അവൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ അവരെ വിലക്കി. യേശുവോ, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവൻ വിടുവിൻ, അവരെ തടുക്കരുത്, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരുടെ മേൽ കൈവച്ച് പിന്നെ അവിടെ നിന്ന് യാത്രയായി. പ്രൈസ് ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളെ കൈവച്ച് അനുഗ്രഹിക്കാനായിട്ട് മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നപ്പോൾ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ വിലക്കുന്ന ഭാഗമാണ്. പക്ഷേ കർത്താവ് പറയുന്നത് കുഞ്ഞുങ്ങളെ തടയരുത്, ഇങ്ങനെയുള്ളവരുടേതാണ് ദൈവരാജ്യം. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് കുഞ്ഞുങ്ങളുടെ മേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. എൻ്റെ കർത്താവിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു. ഞാനും ഒത്തിരി കുഞ്ഞുങ്ങളെ ഇഷ്ടപ്പെടുന്നയാളാണ്. ചിലർ എന്നോട് പറയാറുണ്ട്, പാസ്റ്ററെ പിള്ളേരോട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കണം, ഭയങ്കര അവരെ കണ്ണുരുട്ടി പേടിപ്പിക്കും. അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. കാരണം എന്ന് ചോദിച്ചാൽ കർത്താവ് അങ്ങനെ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. മാത്രമല്ല പ്രൈസ് ലോർഡ്, കുഞ്ഞുങ്ങൾ നിഷ്കളങ്കരാണ്, അവർ ഭയങ്കര നിഷ്കളങ്കരാണ്. അതുകൊണ്ട് തന്നെ ഈ ചിലർ പറയാറുണ്ട്, കുഞ്ഞുങ്ങളുടെ മുഖത്ത് കുറച്ച് നേരം നോക്കിയാൽ മതി, നമ്മുടെ വിഷമമൊക്കെ പോകുന്നു. സത്യമാണ്. കാരണം അവരുടെ ആ മുഖവും ആ നിഷ്കളങ്കതയൊക്കെ കാണുമ്പോൾ നമ്മുടെ ഭാരങ്ങളൊക്കെ പോകും.
കർത്താവ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു. ഈ നമ്മൾ ചൈൽഡ് ഡെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ശിശു പ്രതിഷ്ഠ എന്നൊക്കെ, ചിലർക്ക് ഈ പ്രതിഷ്ഠ എന്ന് പറയുന്ന പദം കേൾക്കുന്ന ഇച്ചിരി പ്രയാസമുണ്ട്. പക്ഷേ അത് പ്രയാസപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവത്തിന് വേണ്ടി വേർതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. ദൈവം തന്ന ദാനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവം എന്ത് തന്നാലും നമ്മൾ ദൈവത്തിന് നന്ദി പറയാറില്ലേ? അതേ ഉള്ളൂ, അല്ലാതെ വേറെ അതിന് വ്യാഖ്യാനങ്ങളൊന്നുമില്ല. ദൈവം നമ്മുടെ പ്രിയ ബിനുവിനും അനുവിനും അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം കൊടുത്തു, തലമുറകളെ കൊടുത്തു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു തലമുറകൾ പോലും ഇല്ലാതെ ഭാരപ്പെടുന്ന എത്രയോ മാതാപിതാക്കൾ, എത്രയോ വർഷങ്ങൾ, എത്രയോ കാശ് മുടക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് എത്രയോ കാര്യങ്ങൾ ചെയ്യുന്ന ഒത്തിരി പേരൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ദൈവം അവർക്ക് 3 അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ കൊടുത്തു. ഈ നല്ല കുടുംബത്തെ ഓർത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ധാരാളമായി ഇനിയും അനുഗ്രഹിക്കട്ടെ. നമ്മൾ വായിച്ച സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നത് യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴിക നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്നാണ്. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അത് 2 1 മതി എന്നൊന്നും അല്ല ചിന്തിക്കേണ്ടത്. ദൈവം തരുന്ന ഒക്കെ കരം നീട്ടി മേടിക്കണം. പ്രൈസലോ. വചനം അങ്ങനെയാണ് പറയുന്നത്. അതിനെക്കുറിച്ച് മറ്റൊരു അത് വിഷയമാണ്, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് ദൈവം തരുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഒരു കുഞ്ഞിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 2 കുഞ്ഞിനേക്കാൾ കൂടുതലൊക്കെ വളർത്താനുള്ള കഴിവും പ്രാപ്തി എനിക്കുണ്ടോയെന്ന്. ഒരു കുഞ്ഞിനെ ആണെങ്കിലും 2 കുഞ്ഞിനെ ആണെങ്കിലും 10 കുഞ്ഞുങ്ങളെ ആണെങ്കിലും വളർത്താൻ ദൈവം കൃപ തന്നാലേ, അതിനാവശ്യമായതൊക്കെ ദൈവം തന്നാലേ നമുക്ക് അവരെ വളർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അതുകൊണ്ട് ഒരു കുഞ്ഞുങ്ങളൊക്കെ മതിയെന്നൊക്കെ ഓർത്ത് ചിന്തിച്ചിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എബിയോടൊക്കെ ഉള്ള ദൂതാണ്. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ അതൊന്നും ചിന്തിക്കരുത്. ദൈവം നമുക്ക് തരുന്ന ആ യൗവനത്തിലെ മക്കളെ കൊണ്ട് ആവനാഴിക നിറയ്ക്കുന്ന പുരുഷൻ ഭാഗ്യവാനെന്നാണ്. പ്രൈസ് പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. സാധാരണ കുഞ്ഞുങ്ങളെ കരങ്ങളെടുത്ത് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഞാൻ മാതാപിതാക്കളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇവരോടും കൂടെ ചോദിച്ചിട്ട് നമ്മൾ കുഞ്ഞിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോ. പ്രിയ ബിനു, അനു, ദൈവം നിങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ തന്നു. പ്രൈസ് ലോ. ഇളയ പൈതൽ പ്രിയ മോനെയാണ് നമ്മൾ ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത്. നിങ്ങളുടെ 3 കുഞ്ഞുങ്ങളിൽ ഏറ്റവും മിടുക്കനും ഏറ്റവും ബുദ്ധിശാലിയും ഏറ്റവും കഴിവുള്ളവനുമായിട്ട് അവൻ വളർന്നു വരുന്നു. ലോകപ്രകാരം ഏത് മേഖലയിലും എത്തിച്ചേരാനും എന്ത് വലിയ ഉന്നത സ്ഥാനങ്ങളിലെത്താനും അവന് അതിനുള്ള പ്രാപ്തിയും കഴിവും ഉള്ളപ്പോൾ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ കുഞ്ഞിനെ എൻ്റെ വേലയ്ക്ക് വേണ്ടി എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണ മനസ്സോടെ, മനസ്സിൽ പോലും ഒരു മടിയുമില്ലാതെ പൂർണ്ണ മനസ്സോടെ കർത്താവിന് വേണ്ടി നൽകാൻ മാതാപിതാക്കളെന്നുള്ള നിലയിൽ നിങ്ങളതിന് ഒരുക്കവും സമർപ്പണമുള്ളവരാണോ? പ്രൈസ് ദി ലോർഡ്. ദൈവം അവരുടെ സമർപ്പണത്തെ കാണുകയും കേൾക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള ചേർന്ന പാട്ടൊന്ന് പാടിക്കാട്ടെ. ഹല്ലേലൂയ. അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ശൂന്യതയിൻ നടുവിൽ നിറവാർന്ന ഉപകം തൊരിഞ്ഞുവല്ലോ, ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സഭ മുഴുവൻ കരങ്ങൾ ഇങ്ങോട്ട് നീട്ടിക്കാട്ടെ. നമുക്ക് ഈ പൈതലിനെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സഭായോഗത്തിനായി സ്തോത്രം. പ്രിയ കർത്താവേ, ഈ സഭായോഗത്തിന് മധ്യത്തിൽ ഞങ്ങളുടെ പ്രിയ കർത്താവേ ബിനുവിനും അനുമോൾക്കും കർത്താവ് ദാനം നൽകിയ കർത്താവേ ഈ തലമുറയെയും അവിടുത്തെ സന്നിധിയിൽ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഞങ്ങൾ കേട്ട
എഴുതപ്പെട്ടതുപോലെ മക്കൾ ദൈവത്തിന്റെ ദാനമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. നിന്റെ ദാനം പ്രാപിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ, നീ പ്രിയപ്പെട്ടവരെ സഹായിച്ചതിനാൽ സ്തോത്രം. കർത്താവ് അവർക്ക് ഉദരഫലങ്ങളെ കൊടുത്തതിനാൽ നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു കർത്താവേ. പ്രിയ പൈതലിനെ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ഹല്ലേലൂയ. അവിടുന്ന് കുഞ്ഞുങ്ങളെ കരം വെച്ച് അനുഗ്രഹിച്ച ദൈവമാണല്ലോ കർത്താവേ. ഹല്ലേലൂയ. അടിയൻ ബലഹീനമായ കരം പ്രിയ പൈതലിന്റെ മേൽ വെച്ചിരിക്കുന്നുവെങ്കിൽ അദൃശ്യമായ അവിടുത്തെ കരം ഇറങ്ങി വരണമേ കർത്താവേ. ഹല്ലേലൂയ. കർത്താവിനെ അനുഗ്രഹിക്കുമാറാകണമേ. ബാലാരിഷ്ടകളിൽ നിന്ന് ബാലപീഠകളിൽ നിന്നെല്ലാം വിടുവിക്കണമേ. ബുദ്ധിയും ജ്ഞാനമുള്ളവനായ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ. ഹല്ലേലൂയ. പൈതൽ വളർന്നു, ആത്മാവിൽ ബലപ്പെട്ടു, ജ്ഞാനം പ്രാപിച്ചു, ദൈവകൃപ അവനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ ദൈവകൃപയിൽ കുഞ്ഞു വളരുവാൻ കർത്താവ് സഹായിക്കണമേ. ഒരു നല്ല പൈതലിനെ വളർത്തുവാൻ ആവശ്യമായ നല്ല മാതാപിതാക്കൾക്ക് വേണ്ട എല്ലാ കഴിവും പ്രാപ്തിയും പ്രിയപ്പെട്ടവർക്ക് അവർക്ക് അവിടുന്ന് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എഫ്രൈം, ബിനു, ജോൺ അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങൾ അവനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവൻ മാതാപിതാക്കൾക്ക് അനുഗ്രഹമായി, ദൈവസഭയ്ക്ക് അഭിമാനമായി, കർത്താവിൻ്റെ രാജ്യത്തിന് കൊള്ളാവുന്നവനായി തീരുവാൻ കർത്താവ് സഹായിക്കണം. അവൻ്റെ കർത്താവെ വളർച്ചയോട്, ആയുസ്സിനോട്, ബുദ്ധിയോട്, ഹല്ലേലൂയ, ഒന്നും ശത്രു ഒരു വിധത്തിലും പോരാടുവാൻ ഇടയാക്കരുത്. ശത്രു വെച്ചിരിക്കുന്ന, അവനെതിരെ വെച്ചിരിക്കുന്ന പദ്ധതികൾ യേശുവിൻ്റെ രക്തത്താൽ ഞങ്ങൾ തകർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുവിനായി സ്തോത്രം, അനുവിനായി സ്തോത്രം. കർത്താവെ, തക്ക സമയത്ത് നീ അവരെ കർത്താവെ ഹല്ലേലൂയ ഒന്നിച്ച് കൂട്ടിച്ചേർത്തു. ഹല്ലേലൂയ. മുപ്പിരിച്ചരട് വേഗത്തിൽ അറ്റുപോകിൽ നിന്നുള്ള വചനപ്രകാരം ഇന്ന് വരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ നീ അവർക്ക് കർത്താവ് കൃപ നൽകി. ഹല്ലേലൂയ. നീ അവർക്ക് തലമുറകളെ നൽകി കർത്താവെ. ഈ രാജ്യത്ത് അവരെ കൊണ്ടുവന്നു. ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിത്രത്തോളം സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഞങ്ങൾ പാടിയതുപോലെ എണ്ണമില്ലാതുള്ള നന്മകൾക്കും ഹല്ലേലൂയ പറഞ്ഞു തീരാത്ത എല്ലാ നല്ല ദാനങ്ങൾക്കുമായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രിയവിനുവിനായി സ്തോത്രം. ഒരു നല്ല പിതാവിന് ആവശ്യമായ എല്ലാ കൃപകളും കർത്താവെ, ഉയരത്തിലെ ജ്ഞാനവും എല്ലാം നൽകണമേ. അനുവിനായി സ്തോത്രം. ഒരു നല്ല മാതാവിനും കർത്താവ് വേണ്ട എല്ലാ കൃപകളും നിന്റെ മകൾക്ക് ദാനം ചെയ്യണമേ. കുഞ്ഞുങ്ങളെ 3 പേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സാറമോൾക്കായി സ്തോത്രം, ജർമ്മിക്കായി പ്രാർത്ഥിക്കുന്നു. എഫ്രൈമിനായി സ്തോത്രം. കുടുംബമായവരെ അനുഗ്രഹിക്കണമേ. യോശുവ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന്. ഹല്ലേലൂയ. കുടുംബമായി കർത്താവിനെ സേവിപ്പാൻ കർത്താവിനെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണം പിതാവേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ.